നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ന് മാർച്ച് 14 വെള്ളി. മലയാള മനോരമ ദിനപത്ര വായനയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യ പേജിൽ നിന്ന് തന്നെ തുടങ്ങാം. അമ്മയിലലിഞ്ഞു മനം നിറഞ്ഞു. ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ച് ആത്മഹർഷത്തോടെ ഭക്തസഹസ്രങ്ങൾ. 4000 റേഷൻ കടകൾ പൂട്ടണം. സംസ്ഥാനത്ത് 4000-ഓളം റേഷൻ കടകൾ പൂട്ടി. ബാക്കി കടകളിൽ വിൽപ്പന കൂട്ടാൻ അവസരമൊരുക്കണമെന്നും സർക്കാർ സമിതിയുടെ റിപ്പോർട്ട്. മുൻഗണനേതര വിഭാഗത്തിലെ നീല റേഷൻ കാർഡിൽ അരിവില കിലോയ്ക്ക് 4 രൂപയിൽ നിന്ന് 6 രൂപയാക്കണമെന്ന് ശുപാർശയുണ്ട്. വ്യാപാരികൾക്കുള്ള കമ്മീഷൻ കൂട്ടുന്നതിനാണിത്. തെക്കൻ ജില്ലകളിലെ റേഷൻ കടകളുടെ എണ്ണം വടക്കൻ ജില്ലകളെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. യുക്രൈൻ വെടിനിർത്തൽ പിന്തുണച്ച് പുടിൻ. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ സൗദിയിൽ നടത്തിയ ചർച്ചയിൽ US മുന്നോട്ട് വച്ച 30 ദിവസത്തെ വെടിനിർത്തൽ പദ്ധതി തത്വത്തിൽ അംഗീകരിക്കുന്നുവെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. NHM 380 കോടി കൂടി തരാമെന്ന് കേന്ദ്രം. ആശാ വർക്കർമാർക്ക് ഇൻസെന്റീവ് നൽകുന്നതിനടക്കം ദേശീയ ആരോഗ്യ മിഷന്റെ വാർഷിക ഫണ്ടിൽ 380 കോടി രൂപയുടെ വർധന വേണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചു. KK കൊച്ച് അന്തരിച്ചു. ദളിത് ആദിവാസി സമൂഹത്തിന്റെ അവകാശ പോരാട്ടങ്ങളിലൂടെ മലയാളിയുടെ പൊതുബോധത്തെ മാറ്റിമറിച്ച ചിന്തകനും സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായ KK കൊച്ച് അന്തരിച്ചു. അർബുദ ബാധിതനായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മനമുരുകി പ്രാർത്ഥനകൾ. ഭക്തിയോടെ ജ്വലിച്ച ലക്ഷക്കണക്കിന് പൊങ്കാല അടുപ്പുകൾ. നാടിനെ യജ്ഞഭൂമിയാക്കി ആറ്റുകാൽ പൊങ്കാല. പൂരം നാളും പൗർണമി ദിനവും ഒത്തുചേർന്ന കുംഭപ്പകലിൽ തലസ്ഥാന നഗരിയാകെ ആറ്റുകാൽ അമ്മയുടെ തിരുമുറ്റമായി മാറി. ഭക്തിയോടെ ജ്വലിച്ച ലക്ഷക്കണക്കിന് പൊങ്കാല അടുപ്പുകൾ ആറ്റുകാലിനെയും ക്ഷേത്രത്തിൽ നിന്ന് കിലോമീറ്ററുകളോളം നീണ്ട വീതികളെയും യജ്ഞഭൂമിയാക്കി. കണ്ണമ്മൂലയിൽ കാട്ടുപന്നി. നഗരത്തിലെ ജനവാസ മേഖലയിൽ കാട്ടുപന്നി ഇറങ്ങി. സേവാഭാരതി വെങ്ങാനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വയം തൊഴിൽ സംരംഭ ഭാഗമായി തയ്യൽ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. പുണ്യം പകർന്ന പൊങ്കാല, സ്നേഹോർജം പകർന്ന നാട്. കൈമൈ മറന്ന് ശുചീകരണം. നഗരം ക്ലീൻ. 3200 തൊഴിലാളികൾ, 130 ഉദ്യോഗസ്ഥർ, 154 വാഹനങ്ങൾ. വെള്ളം കുടിക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള ഇടവേളകൾ ഒഴികെ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും കൈമൈ മറന്ന് രംഗത്തിറങ്ങിയപ്പോൾ ആറ്റുകാൽ പൊങ്കാല നിവേദ്യം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം നഗരം ക്ലീൻ. അഭിനന്ദിച്ച് മുഖ്യമന്ത്രി. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം. നെടുമ്പാല എസ്റ്റേറ്റിലെ 65.41 ഹെക്ടർ ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ലെന്ന് സർക്കാർ. തുഷാർ ഗാന്ധിയെ തടഞ്ഞ സംഭവം. 5 BJP-ക്കാർ അറസ്റ്റിൽ. ആറളത്ത് വീണ്ടും കാട്ടാന ആക്രമണം. ചെത്ത് തൊഴിലാളി വെന്റിലേറ്ററിൽ. ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ ചെത്ത് തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. ഇനി സാമ്പത്തികം നോക്കാം. സ്വർണം 64,960 രൂപ. 9% ഇടിഞ്ഞ് ഇരുചക്രവാഹന വിൽപ്പന. രാജ്യത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇരുചക്രവാഹന വിൽപ്പനയിൽ 9% ഇടിവുണ്ടായതായി ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് റിപ്പോർട്ട്. ഊർജ പ്രതിസന്ധിക്ക് പരിഹാരം ഹരിത ഹൈഡ്രജൻ. മന്ത്രി K. കൃഷ്ണൻകുട്ടി. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ഊർജ പ്രതിസന്ധിക്ക് പരിഹാരം അക്ഷയ ഊർജവും ഹരിത ഹൈഡ്രജനും ആണെന്ന് K. കൃഷ്ണൻകുട്ടി ആഗോള ഹൈഡ്രജൻ പുനരുപയോഗ വൈദ്യുതോർജ ഉച്ചകോടിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രവചനങ്ങളിൽ നിറഞ്ഞ് ബുൾ ആധിപത്യം. വർഷാവസാനത്തോടെ ഇന്ത്യൻ ഓഹരി സൂചികകൾ മുന്നേറാമെന്ന് ആഗോള ധനസേവന ദാതാക്കൾ. 5ലേറെ മാസം പിന്നിട്ടിട്ടും വിലയിടിവിന് വിരാമമാകാത്തതിൽ നിരാശപ്പെടുന്ന ഓഹരി നിക്ഷേപകർക്ക് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ധനസേവന ദാതാക്കളിൽ നിന്നുള്ള പ്രവചനങ്ങൾ പ്രതീക്ഷ നൽകുന്നു. കുപ്പിയിൽ തൊട്ടാൽ കളി മാറും. ട്രംപ്. അമേരിക്കൻ വിസ്കിക്ക് പ്രഖ്യാപിച്ച 50% തീരുവ പിൻവലിച്ചില്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള മദ്യത്തിന് 200% തീരുവ ചുമത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. കല്യാൺ സിൽക്സ് വനിതാ മിസ് കേരള നാളെ. AC-കൾക്ക് 51% വിലക്കുറവുമായി മൈജിയുടെ ടേക്ക് ഇറ്റ് ഈസി പോളിസി. ഇനി കാഴ്ചപ്പാട് പേജ് നോക്കാം. ദൈവത്തെ സന്ധിക്കാൻ ആര് ആഗ്രഹിക്കുന്നുവോ അയാളെ സന്ധിക്കാൻ ദൈവവും അഭിലഷിക്കുന്നു. മുഹമ്മദ് നബിയുടെ ഈ വാക്കുകളാണ് ഇന്നത്തെ ചിന്ത. നെൽ കർഷകർ തീ തിന്നുന്നു. പലയിടത്തും നെല്ല് സംഭരണം അവതാരം.
താളത്തിൽ. കാലാവസ്ഥാ വ്യതിയാനത്തോടും പ്രതികൂല സാഹചര്യങ്ങളോടും പടവെട്ടി നാടിനെ അന്നമൂട്ടാൻ കൃഷി ചെയ്യുന്ന നെൽകർഷകർ ഓരോ വർഷവും അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നുപോകുന്നത്. വിത്തില്ല, വളമില്ല, കൊയ്യാൻ യന്ത്രമില്ല, നെല്ലെടുക്കാൻ ആളില്ല, എടുത്ത നെല്ലിന് തുക കിട്ടാനില്ല എന്നിങ്ങനെ പലതരത്തിൽ കഷ്ടസ്ഥിതിയിലാണ് നമ്മുടെ കർഷകർ. പലയിടത്തും നെല്ല് സംഭരണം പ്രതിസന്ധിയിലായിരിക്കുന്നത് ഇപ്പോഴത്തെ കടുത്ത ആശങ്കയാണ്. ഇഞ്ചിഞ്ചായി മരണം. കൂട്ടുകൂടി ഒരു രസത്തിനു വേണ്ടിയാണ് പലരും ലഹരി മരുന്നുകൾ ഉപയോഗിച്ചു തുടങ്ങുന്നത്. സുഹൃത്തുക്കളാണ് ലഹരി നൽകുന്നതെന്ന് കരുതിയെങ്കിൽ തെറ്റി. നിങ്ങളെ കൂടി കുരുക്കാനുള്ള ലഹരി മാഫിയയുടെ കണ്ണി മാത്രമാണ് ആ സുഹൃത്ത്. ആദ്യത്തെ രസം മാറി ലഹരി പിന്നെ നിങ്ങളുടെ ആവശ്യമാകും. അതില്ലാതെ ജീവിക്കാൻ കഴിയാതെയാകും. നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തെയും ലഹരി തകർത്ത് തരിപ്പണമാക്കും. നഷ്ടമാകുന്ന ഓർമ്മ, പഠന ചിന്താശേഷി, ഛിന്നഭിന്നമാകുന്ന മസ്തിഷ്കം, താളം തെറ്റുന്ന ഹൃദയമിടിപ്പ്, ജീവിതം കാത്തിരിക്കുന്നത് അകാല വാർദ്ധക്യം. അകാല വാർദ്ധക്യവും മരണവുമാണ് പതിവായി ലഹരി ഉപയോഗിക്കുന്ന ഒരാളെ കാത്തിരിക്കുന്നത്. സാമ്പത്തിക വർഷം തീരാൻ 2 ആഴ്ച. പദ്ധതികൾ പാതി വഴിയിൽ. ഡൽഹിയിൽ ഗവർണറും മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കേരളത്തിന് അധികം തുക കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകി. 12,000 കോടി ഈ മാസം വായ്പ എടുക്കാനാണ് അനുമതി തേടിയത്. ഗാന്ധിജിയുടെ ചെങ്ങന്നൂർ സന്ദർശനത്തിന് നാളെ 100 വയസ്സ്. സമഗ്ര ശിക്ഷ കേരള. 7,000 പേർക്ക് ശമ്പളം മുടങ്ങി. PM ശ്രീ പദ്ധതി നടപ്പാക്കാത്തതിൻ്റെ പേരിൽ കഴിഞ്ഞ വർഷത്തെ വിഹിതം കേന്ദ്രം പിടിച്ചുവച്ചതോടെ സമഗ്ര ശിക്ഷ കേരളയിൽ അധ്യാപകരും ജീവനക്കാരുമടക്കം 7,000-ഓളം പേരുടെ ഫെബ്രുവരിയിലെ ശമ്പളം മാർച്ച് പകുതിയായിട്ടും ലഭിച്ചില്ല. ഈലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇൻ്റർനെറ്റ് സേവനത്തിന് ഇന്ത്യയിൽ പ്രവർത്തനാനുമതി ഏറെക്കുറെ ഉറപ്പായെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നലെ കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ സമൂഹ മാധ്യമ ഇടപെടൽ. ഒന്നായ സ്പേഡെക്സ് 2ആയി. ഡോക്കിങ്ങിൽ വിജയം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ. ചന്ദ്രയാൻ 4 ഉൾപ്പെടെയുള്ള ഭാവി ദൗത്യങ്ങളിൽ നിർണായകം. ശബരിമല ദർശനം വെർച്വൽ ക്യൂ ബുക്കിങ്ങിന് 5 രൂപ ഈടാക്കും. ഇസ്രയേൽ തടഞ്ഞു. ഗാസയിൽ ഭക്ഷണം എത്തിയിട്ട് 12 ദിവസം. ലഹരിമരുന്ന് ഇടപാട്, ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ്. വർക്കലയിൽ പിടിയിലായത് 8.34 ലക്ഷം കോടി തട്ടിയ രാജ്യാന്തര കുറ്റവാളി. ഹോളി, റംസാൻ, വെള്ളിയാഴ്ച ഒരേ ദിവസം. കരുതലിൻ്റെ കരംകോർത്ത് ഉത്തരേന്ത്യ. മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി. മുൻ CBI ഡയറക്ടർ RC ശർമ്മ അന്തരിച്ചു. ടെക്നിക്കൽ HS അപേക്ഷ ഇന്നു മുതൽ. 7ാം ക്ലാസ് ജയിച്ച കുട്ടികളെ ഹൈസ്കൂൾ പഠനത്തോടൊപ്പം സാങ്കേതിക പരിശീലനവും നൽകി തൊഴിൽ സജ്ജരാക്കുന്ന സ്ഥാപനങ്ങളാണ് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളുകൾ. വൈൽഡ് ലൈഫ് സയൻസിൽ MSc അപേക്ഷ 31 വരെ. ഗോപിക നിഷ ഗോപാലിന് മേരി ക്യൂറി ഫെലോഷിപ്പ്. തകഴി സാഹിത്യ പുരസ്കാരം KP സുധീരയ്ക്ക്. സ്വകാര്യ സർവകലാശാല ബിൽ വിയോജിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ. ആയുഷ്മാൻ ഭാരത് പ്രായപരിധി 60 വയസ്സാക്കണമെന്ന് ശുപാർശ. ലഹരിക്കടത്തിനെതിരെ മുൻകരുതൽ നടപടി. മരുന്ന് നിർമ്മാതാക്കൾക്ക് പ്രത്യേക QR കോഡ്. റേഷൻ, പഞ്ചസാര, മണ്ണെണ്ണ എന്നിവയുടെ കമ്മീഷൻ കൂട്ടാൻ ശുപാർശ. ആശാസമരം ഒത്തുതീർപ്പ് നീക്കം ഇന്നറിയാം. വീണ്ടും കേരള സർക്കാരിനെതിരെ സുരേഷ് ഗോപി. ഡിഗ്രി പരീക്ഷയ്ക്ക് ഉത്തരം വാട്സാപ്പിൽ. കാര്യവട്ടം ഗവൺമെൻറ് കോളേജിൽ ഡിഗ്രി പരീക്ഷയിൽ SFI മുൻ നേതാവ് MB ആദർശ് വാട്സാപ്പ് ഉപയോഗിച്ച് കോപ്പിയടിച്ചെന്ന് പരാതി. ഉത്തരം അയച്ച സുഹൃത്ത് കഴക്കൂട്ടം കുളത്തൂർ കരിയിൽ സ്വദേശി ആദർശിനെ കഴക്കൂട്ടം പോലീസ് കേസെടുത്തു. വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകം. അഫാന്റെ കസ്റ്റഡിക്കായി പോലീസ് ഇന്ന് വീണ്ടും അപേക്ഷിക്കും. വെട്ടേറ്റ് സഹോദരൻ മരിച്ചു. സഹോദരി ഗുരുതര നിലയിൽ. സഹോദരിയുടെ ഭർത്താവ് ഒളിവിൽ. ട്രെയിൻ തട്ടി മരിച്ചവരുടെ സംസ്കാരം നടത്തി. ഇന്ത്യയുടെ ഹോക്കി ലോകകപ്പ് നേട്ടത്തിന് നാളെ 50 വർഷം. പാക് ആഭ്യന്തര T20യിൽ നിന്ന് പിന്മാറി ബാബർ അസം. പാരാ അത്ലറ്റിക്സ് ഗ്രാൻഡ് പ്രി ഇന്ത്യ ഒന്നാമത്. വനിതാ പ്രീമിയർ ലീഗ് T20 ക്രിക്കറ്റിൻ്റെ ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ എതിരാളിയായി മുംബൈ ഇന്ത്യൻസ്. പഞ്ചായത്ത് ഉദ്യോഗസ്ഥയും
10ാം ക്ലാസ്സുകാരി മകളും ട്രെയിനിടിച്ചു മരിച്ച നിലയിൽ. മദ്യലഹരിയിൽ മകൻ കിടപ്പ് രോഗിയായ പിതാവിനെ ചവിട്ടിക്കൊന്നു. കാഞ്ഞങ്ങാട് മരുതോം സെക്ഷനിൽ വൻ വനഭൂമി കയ്യേറ്റം. രക്താർബുദ ചികിത്സയ്ക്കിടെ HIV പോസിറ്റീവായി. സർക്കാർ നഷ്ടപരിഹാരം നൽകുമോ എന്ന് ഹൈക്കോടതി. രക്തം നൽകിയവരിൽ ഒരാൾ HIV ബാധിതനാണെന്ന് പിന്നീട് കണ്ടെത്തി. മരുന്ന് മാറി നൽകി ഗുരുതരാവസ്ഥയിലായ കുഞ്ഞ് സുഖം പ്രാപിക്കുന്നു. ഇന്നത്തെ ദിനപത്ര വായന ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.